നമസ്കാരം. പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈ പുതിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ് ചിന്താമണി യോഗപീഠം. ഈ ഒരു ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ആവിഷ്കാരമാണ് നാം ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ആദ്യമായി വാട്സപ്പ് ഗ്രൂപ്പ് ചിന്താമണി യോഗപീഠം എന്ന പേരിൽ ആരംഭിക്കുന്നത്. പരിമിതമായ അംഗങ്ങളാണ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ ഗ്രൂപ്പ് തുടരുന്നുണ്ടെങ്കിലും അതിലൂടെ മാത്രം പൂർണ്ണമായും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഫലപ്രദമാകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനെ ഒരു യൂട്യൂബ് ചാനലായി അവതരിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് വരാം. ഭാരതീയ പ്രാചീന യോഗ വിദ്യയുടെ വ്യത്യസ്തങ്ങളായ നൂതനമായ വശങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ചിന്താമണി യോഗപീഠം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം വിശദീകരിക്കാം. ചിന്താമണി എന്ന പേരിൽ ഭാരതീയ ശാസ്ത്രങ്ങളിൽ അറിയപ്പെടുന്നത് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. തന്ത്രശാസ്ത്രത്തിൽ ചിന്താമണി മന്ത്രം എന്ന പേരിൽ ഒരു മന്ത്രം അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം പുരാണങ്ങളിൽ ചിന്താമണി എന്ന പേരിൽ ഒരു രത്നവും പറയപ്പെടുന്നുണ്ട്. ചിന്താമണി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആഗ്രഹിക്കുന്നതെല്ലാം ഫലപ്രദമാക്കുന്നത്, ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിക്കുന്നത് എന്നാണ് ചിന്താമണി എന്ന വാക്കിൻ്റെ അർത്ഥം. അത് തന്നെയാണ് മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഉള്ളത്. പുരാണങ്ങളിൽ കഥകളിൽ പറയുന്ന ചിന്താമണി രത്നം എന്നത് ചോദിക്കുന്നതെല്ലാം നൽകുന്ന ഒരു ദിവ്യരത്നമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചോദിക്കുന്നതെല്ലാം നരും. ഇനി ചിന്താമണി മന്ത്രം എന്ന് പറയുന്നതിൻ്റെ ഫലവും അത് തന്നെയാണ് പറയുന്നത്. വളരെ അപൂർവമായിട്ടുള്ളതും ശൈവ സമ്പ്രദായത്തിൽ അറിയപ്പെടുന്നതുമായ ഒരു വിശിഷ്ട മന്ത്രമാണ് ചിന്താമണി മന്ത്രം. ഒരേ ഒരു അക്ഷരം മാത്രമുള്ള ഒരു മന്ത്രമാണ്. അതിൻ്റെ സാധനകൾ, അതിൻ്റെ ഉപാസനാ സമ്പ്രദായങ്ങൾ തികച്ചും വ്യത്യസ്തങ്ങളായ പല രീതിയിലുള്ളതാണ്. അതിൻ്റെ ശരിയായ രീതിയിലുള്ള സാധനാക്രമം കൊണ്ട്, ഉപാസന സമ്പ്രദായം പിന്തുടരുന്നതിലൂടെ എല്ലാ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫലപ്രാപ്തിയായിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ പ്രാചീന കാലത്ത് ചിന്താമണി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടും, ഒരു രത്നമായാലും ഒരു മന്ത്രമായാലും, മനസ്സിൻ്റെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഒരു പ്രതീകാത്മക ചിത്രമായേക്കാം.
പക്ഷേ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതായ ഒരു രഹസ്യമുണ്ട്. മനസ്സിലുണ്ടാകുന്ന ന്യായമായ ഏത് ആഗ്രഹവും സാധ്യമാക്കുന്നതിനുള്ള ചില പ്രത്യേകമായ സൂത്രവിദ്യകൾ ഭാരതീയ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ പണ്ടേ ഉണ്ട്. അതാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് യോഗപീഠം. യോഗ എന്നുള്ള വാക്കിൻ്റെ ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യൂണിയൻ എന്നാണ്. യോജിച്ച് ചേരുന്നത്, അതാണ് യോഗ. യോഗം എന്ന് ഉള്ള വാക്ക് നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നതാണ്. ആൾക്കാരുടെ കൂട്ടം ചേരൽ, അതാണ്. അതിൻ്റെ മറ്റൊരു പദമാണ് യോഗ. ഇവിടെ യോഗ അനുഷ്ഠാനം എന്നത് വരുമ്പോൾ അവിടെയും കൂടിച്ചേരലാണ് ഉണ്ടാകുന്നത്. പ്രാണനും മനസ്സും ബോധവും ഒരുമിച്ച് ചേരുന്ന പ്രക്രിയയാണ് യോഗ. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളിൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നു. ചിത്തവൃത്തികളെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെയും പ്രാണനെയും ഒന്നാക്കി ചേർക്കുന്ന അനുഷ്ഠാനമാണ് പതഞ്ജലി യോഗസൂത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന അഷ്ടാംഗ യോഗ. ഇനി മറ്റനേകം യോഗ സമ്പ്രദായങ്ങൾ ഭാരതത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന തത്വം ഒന്നാണ്, യോജിപ്പിക്കുക എന്നുള്ളത്. സാധാരണ ജീവിതത്തിൽ മുഴുകി മുമ്പോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സും ചിന്തകളും അവരുടെ പ്രാണനുമെല്ലാം ഒരു ഏകീഭാവത്തിൽ മുമ്പോട്ട് പോകുന്ന സ്ഥിതി ആയിരിക്കുകയില്ല. അതിന് ഒരു മറുവശമാണ് ഇവിടെ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് വരുന്നത് വിവിധ യോഗാസന മുറകളാണ്. ഭുജംഗാസനം, സർവാംഗാസനം, മകരാസനം തുടങ്ങി വ്യത്യസ്തങ്ങളായ യോഗാസന മുറകൾ, അഭ്യാസ മുറകളാണ് പെട്ടെന്ന് ഓർക്കുന്നത്. എന്നാൽ അത് യോഗയുടെ പ്രാരംഭത്തിലുള്ള ഒരു ഘടകം മാത്രമാണ്. അടിസ്ഥാനപരമായ യോഗ എന്ന് പറയുന്നത് 8 അംഗങ്ങളോട് കൂടിയതാണ്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഈ 8 അംഗങ്ങളാണ് സമ്പൂർണമായ രാജയോഗ വിധിയിൽ ഉൾക്കൊള്ളുന്നത്. യമനിയമങ്ങൾ എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള വിവിധങ്ങളായ അനുഷ്ഠാനങ്ങളാണ്, ഉപാധികളാണ്. മനസ്സ് പൂർണ്ണമായിട്ടും ചിന്തകളിൽ നിന്ന് വിമുക്തമായി നമ്മുടെ നിയന്ത്രണത്തിൽ വന്നെങ്കിലേ ഈ അനുഷ്ഠാനങ്ങളെല്ലാം ഫലമാകും. അതിനുള്ള ഉപാധികളാണ് യമനിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 2 കാര്യങ്ങൾ. മൂന്നാമത്തേത് യോഗാസനം, അതാണ് ആസനം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ശരീരത്തെ നമ്മുടെ നിയന്ത്രണത്തിൽ, വഴക്കത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക വ്യായാമ സമ്പ്രദായങ്ങൾ തന്നെയാണ്. യമ, നിയമ, ആസന. അടുത്തത് പ്രാണായാമം, ശ്വസന നിയന്ത്രണ അനുഷ്ഠാനങ്ങളിലൂടെ ഒരേ സമയം പ്രാണനെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത്. അടുത്തത് പ്രത്യാഹാരം, അത് ഉയർന്ന തലത്തിലുള്ള അന്തർയോഗമാണ്. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന അനുഷ്ഠാനമാണ് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ 4 എണ്ണം. ഇനി ഈ പറഞ്ഞ യോഗ കൂടാതെ ഹഠയോഗ, ക്രിയായോഗ, കുണ്ടലിനി യോഗ, ഇങ്ങനെ അനേകം യോഗ സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ നിലവിലുണ്ട്. അതിൽ
ഏറ്റവും ലളിതമായതും ഏറ്റവും ഫലപ്രദമായതും ഏറ്റവും പ്രായോഗികമായതുമായ ഒന്നാണ് താന്ത്രിക് യോഗ അഥവാ തന്ത്രയോഗ വിധി. തന്ത്രശാസ്ത്രം, മന്ത്ര അനുഷ്ഠാന വിധികൾ ഇതെല്ലാം കൂടി സമന്വയിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ആചാരമാണ് താന്ത്രിക് യോഗ. ഒരേ സമയം തന്ത്രശാസ്ത്രത്തിൻ്റെ വിവിധങ്ങളായ വശങ്ങൾ, മന്ത്രജപ യോഗം എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട്, മന്ത്രങ്ങളുടെ വിനിയോഗം. തന്ത്രശാസ്ത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളും മന്ത്രജപ അനുഷ്ഠാനത്തിൻ്റെ വിവിധ ഘടകങ്ങളും അതോടൊപ്പം യോഗ വിദ്യയും കൂടെ മൂന്നും സമന്വയിപ്പിക്കുന്ന അതിവിശിഷ്ടമായ തന്ത്രയോഗ അനുഷ്ഠാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം, സമ്പൂർണമായ അഭീഷ്ടസിദ്ധിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് ക്രമാനുഗതമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ ചിന്താമണി യോഗപീഠം എന്ന ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഓരോ ഘടകങ്ങളും വിശദാംശങ്ങളും തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.